അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർ റഹീം എന്ന നാമം അസ്മാഉൽ ഹുസ്നയിൽ മൂന്നാമതായി പറയപ്പെട്ടതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദാത്തിന്റെ ഇസ്മാണ് അർ റഹീം. ഈ ലോകത്ത് വഴിപ്പെടുന്നവന് മാത്രം നാളെ പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആനിൽ 115 സ്ഥലങ്ങളിലായി ഈ ഇസ്മിനെ പറയപ്പെടുന്നതായി കാണാൻ സാധിക്കുന്നു. റഹ്മാൻ റഹീം ഒരുമിച്ച് ബിസ്മി കൂടാത്ത 4 ആയത്തുകളിൽ വരുന്നുണ്ട്. ബിസ്മി മറ്റ് മദ്ഹബുകളിൽ ആയത്തായിട്ട് പരിഗണിക്കാത്തത് കൊണ്ടാണ് അത് ഒഴിച്ചുള്ള 4 ആയത്തെന്ന് സൂചിപ്പിച്ചത്. 1 അർ റഹ്മാൻ റഹീം, 2 വ ഇലാഹുക്കും ഇലാഹു വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം, 3 ഹാമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം, 4 ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം എന്നീ 4 ആയത്തുകളാണ്. റഹ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 100 ഭാഗമാക്കി വേർതിരിച്ചു. 99 അള്ളാഹുവിൻ്റെ അടുക്കൽ പിടിച്ചു വെക്കുകയും ബാക്കി 1 ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിരിക്കുന്നത്. ആ ഭാഗത്തിൽ നിന്ന് ആണ് സൃഷ്ടികൾ പരസ്പരം കൃപ ചൊരിയുന്നതും കാരുണ്യം വർഷിക്കുന്നതും. ആകാശത്തിൽ അള്ളാഹു റഹ്മാനും ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനവുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സൂചിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, പ്രവാചകനെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് നാം അയച്ചിരിക്കുന്നത്. നമ്മുടെ ശിരസ്സുകളിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവാചകൻ കാണിച്ചു തന്ന കാരുണ്യത്തിൻ്റെ മാതൃക മാത്രമാണ്. ദീനിൻ്റെ വളർച്ചയ്ക്കും ശത്രുക്കളെ പോലും ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത് പ്രവാചകൻ്റെ മാർദ്ദവത്വമാണ്. പശ്ചിമപർവ്വതാദികളോടും മറ്റു സകല വസ്തുക്കളോടും കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളത്തെ ജീവിതത്തിൽ പോലും സമുദായത്തിന് വേണ്ടി ശുപാർശകനായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെ ദയവുള്ള ഹൃദയത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാം എപ്പോഴും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോവുക, വിജയം സുനിശ്ചിതമാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ആകാശത്തോളം പാപം ചെയ്തവൻ നിർലജ്ജം അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അവൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും, കരുണാവാരിധിയുമാണ്. ആരെങ്കിലും അർ റഹീം എന്ന നാമം 115 പ്രാവശ്യം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിത്യമായി ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് അവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ലോല ഹൃദയത്തിൻ്റെ വക്താവായി തീരുകയും ചെയ്യും. അസ്മാഉൽ ഹുസ്നയെ മുറുകെ പിടിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.